ജോസ് കെ മാണിയുടെ നീക്കങ്ങളിൽ ആകാംക്ഷ. ജോസ് നാട്ടിലെത്തിയിട്ടുണ്ട്. എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നേതാക്കൾക്ക് വലിയ പിടിയില്ല. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിൽ 2 പ്ലാനുകളുമായി CPIM. ജോസ് കെ മാണിയുമായി സംസാരിച്ച് ഒപ്പം നിർത്തുന്നതിനാണ് പ്രഥമ പരിഗണന. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവന്റെ നേതൃത്വത്തിലായിരിക്കും ഈ നീക്കം. ശബരിമലയിൽ നിന്ന് വൈകിട്ട് തിരിച്ചെത്തുന്ന VN വാസവൻ ജോസ് കെ മാണിയെ നേരിട്ട് കണ്ടേക്കും. കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി ഒരു വിഭാഗത്തെ LDFിൽ നിർത്തുകയാണ് പ്ലാൻ B. റോഷി അഗസ്റ്റിനോട് സംസാരിക്കാൻ മുഖ്യമന്ത്രിയെ CPM ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, എന്തായാലും ഈ വാർത്തയിൽ സത്യമുണ്ട്. ഈ ചർച്ചകളൊക്കെ തുടങ്ങി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് CPM പ്രതീക്ഷിക്കുന്നത് അറ്റകൈയായി. പക്ഷേ അപ്പോഴും ഇനി ഈ ചർച്ചകൾ എത്രത്തോളം നടന്നു എന്ന് വന്നാലും പരമാവധി സീറ്റുകൾ കൊടുത്ത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഒപ്പം നിർത്താനാണ് CPM നേരത്തെ തീരുമാനിച്ചത്. 12 സീറ്റുകൾ തന്നെ ഇക്കുറിയും വേണമെങ്കിൽ കൊടുത്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവരം ജോസ് കെ മാണിയെ ധരിപ്പിക്കും. അടർന്നു പോകേണ്ടതില്ല എന്നതാണ് VN വാസവൻ ജോസ് കെ മാണിയെ കണ്ട് ധരിപ്പിക്കാൻ പോകുന്നത്. സന്നിധാനത്തു നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ ജോസ് കെ മാണിയെ കാണുമെന്നറിയുന്നു. അപ്പോൾ 2 പ്ലാനുണ്ട്. പ്ലാൻ A, ജോസ് കെ മാണി ഒപ്പം നിർത്താൻ വേണ്ടി VN വാസവനെ ചുമതലപ്പെടുത്തി VN വാസവന്റെ മേൽനോട്ടത്തിലുള്ള ചർച്ച. രണ്ടാമത്തത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് റോഷി അഗസ്റ്റിനുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നു. ഇനി ജോസ് പോവുകയാണെങ്കിൽ ജോസ് പോകട്ടെ, പക്ഷെ റോഷി മതി, അല്ലെങ്കിൽ റോഷിക്കൊപ്പമുള്ള പ്രബോധും ജയരാജും ഒക്കെ മതി എന്ന നിലപാടിലേക്ക് എത്തിയോ? അരുൺകുമാർ, ആ തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് CPIM എത്തുകയാണ്. 2 പ്ലാൻ എന്ന് പറയുമ്പോൾ മുന്നണി വിടില്ല എന്ന് ജോസ് കെ മാണി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താക്കുറിപ്പിലൂടെയും നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് വിശ്വസിച്ച് അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല എന്ന് കരുതിയിരിക്കാൻ ഇനി അങ്ങനെ കരുതിയിരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPIM നേതൃത്വം ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അതെന്താണെങ്കിലും LDFന് പരിക്കു പറ്റാതെ നോക്കാനുള്ള തന്ത്രങ്ങൾ പാർട്ടി ആവിഷ്കരിച്ചത്. അതിന് ആദ്യ പരിഗണന ജോസ് കെ മാണിയെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നത് തന്നെയാണ്. ജോസ് കെ മാണിയെ UDFിൽ നിന്ന് LDFിലേക്ക് കൊണ്ടുവരാൻ ചുക്കാൻ പിടിച്ച അന്ന് കോട്ടയത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവനെ തന്നെയാണ് ഇപ്പോഴത്തെ രക്ഷാദൗത്യവും CPIM ഏൽപ്പിച്ചിരിക്കുന്നത്. കോട്ടയംകാരൻ എന്ന നിലയ്ക്കപ്പുറം ജോസ് കെ മാണിയുമായി വ്യക്തിപരമായ ബന്ധമുള്ള VN വാസവനോട് ജോസ് കെ മാണിയോട് പറ്റിയാൽ നേരിട്ട് തന്നെ കണ്ട് സംസാരിച്ച് ഇവിടെ നിർത്താനുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്താണ് VN വാസവൻ ഇപ്പോഴുള്ളത്. വൈകിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങും. പറ്റിയാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്ന മറ്റന്നാളിന് മുമ്പ് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ജോസ് കെ മാണിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് VN വാസവന് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു വശത്ത് നീക്കങ്ങൾ നടത്തുന്നു. മറ്റൊന്ന് CPM നേതൃത്വം ഇപ്പോഴും കരുതുന്നുണ്ടത് UDFിലേക്ക് ജോസ് കെ മാണി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. അത് അവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വന്നാൽ ആ പാർട്ടി പിളർത്തി ഇവിടെ LDFിൽ റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും ഒപ്പം ചില സംസ്ഥാന ഭാരവാഹികളെയും നിർത്തുക എന്നതാണ് ആലോചന. N ജയരാജ് ഇന്നലെ റോഷി അഗസ്റ്റിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്നലെ രാത്രിയായപ്പോൾ ആ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ക്യാമ്പിൽ നിന്ന് പറയുന്നത്. ജയരാജ് റോഷി അഗസ്റ്റിനൊപ്പം ഉണ്ടായിരിക്കില്ല എന്ന നിലപാട് ജോസ് വിഭാഗം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആരെയൊക്കെ ഒപ്പം കിട്ടുന്ന ആളുകളെ നിർത്തി നിന്നാൽ LDFിൽ ഘടകകക്ഷിയായി ആ വിഭാഗത്തെ എടുക്കുകയും കഴിഞ്ഞ തവണ കൊടുത്ത സീറ്റിന് അത്രയൊന്നുമില്ലെങ്കിലും അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകുകയും ചെയ്യുക എന്ന തന്ത്രത്തിന് CPIM രൂപം നൽകിയിരിക്കുന്നു. അരുൺകുമാർ, അപ്പോൾ പ്ലാൻ A ഉണ്ട്, പ്ലാൻ B ഉണ്ട്. പണ്ട് രാഹുൽ ഈശ്വർ ശബരിമലയിൽ പറഞ്ഞ പോലെ ഒരു പ്ലാൻ A ഉണ്ട്, ഒരു പ്ലാൻ B ഉണ്ട്, വേണ്ടി വന്നാൽ ഒരു പ്ലാൻ C ഉണ്ട്. പ്ലാൻ C എന്താണ്? പ്ലാൻ C എന്ന് പറഞ്ഞാൽ അതൊരു രക്തം വീഴ്ത്തും എന്നൊക്കെയാണ് പുള്ളി എന്ന് പറഞ്ഞത്. അതേപോലെ രക്തമൊന്നും വീഴത്തില്ലെങ്കിലും ആളുടെയൊക്കെ ചങ്ക് പിടയ്ക്കും, ചങ്ക് പറഞ്ഞു പോകും എന്നുള്ളതാണ് ഈ തീരുമാനം വരുമ്പോൾ. ജോസ് കെ മാണി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 2 അടരുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം.